കെ.പി.സി.സി ഭാരവാഹി പുനഃസംഘടനയിൽ അതൃപ്തരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൽ പുതിയൊരു ഫോർമുല വരുന്നു. അതൃപ്തിയുള്ളവർ നിർദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളെയും കെ.പി.സി.സി സെക്രട്ടറിമാരാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. കെ മുരളീധരനെയും കെ സുധാകരനെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തും. ചാണ്ടി ഉമ്മന് ഒരു ഉയർന്ന പദവി കൊടുക്കാനും ഇപ്പോൾ ആലോചനയുണ്ട്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ടെലഫോണിൽ ചേരുന്നു. സലീം, നല്ലൊരു ഫോർമുലയാണല്ലോ. ഇതിനോടകം തന്നെ കെ.പി.സി.സിയുടേതായി ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും പട്ടിക പുറത്തു വന്നു. അത് തന്നെ ഒരു ജംബോ പട്ടികയാണ്. അതിന് പിന്നാലെ മറ്റൊരു ജംബോ പട്ടിക കൂടി കെ.പി.സി.സിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സെക്രട്ടറിമാരുടെ പട്ടിക ഉടൻ പുറത്തിറക്കും. അതിൽ 100-ലധികം നേതാക്കന്മാരെ ഉൾപ്പെടുത്തി 100-ലധികം സെക്രട്ടറിമാരെ ഉൾപ്പെടുത്താനുള്ള ആലോചനയാണ് നിലവിലുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിലവിലുള്ള കെ.പി.സി.സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തിയുണ്ട്, പൊട്ടിത്തെറിയുണ്ട്. കെ മുരളീധരനാകട്ടെ ഇതുവരെയും ഈ വിശ്വാസ സംരക്ഷണ ജാഥയിലേക്ക് എത്തിയിട്ടില്ല. രാത്രി വൈകിയാണ് കെ മുരളീധരൻ എത്താൻ പോകുന്നത്. അങ്ങനെ ഈ അതൃപ്തി പരസ്യമാക്കിയ പശ്ചാത്തലത്തിൽ ഇവരെ അനുനയിപ്പിക്കുക എന്ന നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ കെ.പി.സി.സി സെക്രട്ടറിമാരെ കുറച്ച് വൈകി പ്രഖ്യാപിച്ചാൽ മതിയെന്നൊരു നിലപാടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും അനൗൺസ് ചെയ്തതിനൊപ്പം അത്തരം പേരുകൾ അനൗൺസ് ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അതൃപ്തി പുകയുന്ന പശ്ചാത്തലത്തിൽ അവരെ വേഗത്തിൽ അനുനയിപ്പിക്കാനായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കെ.പി.സി.സി സെക്രട്ടറിമാരുടെ പട്ടിക അവതരിപ്പിക്കും. അതിൽ കെ മുരളീധരനും കെ സുധാകരനും നിർദ്ദേശിക്കുന്ന മുഴുവൻ പേരുകളും ഉൾപ്പെടുത്താമെന്ന് നേതൃത്വം ഉറപ്പ് നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ചാണ്ടി ഉമ്മനെ ഉൾപ്പെടുത്താത്തതിൽ വലിയ അതൃപ്തി, ജനറൽ സെക്രട്ടറിയായും ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ അനുകൂലികൾക്ക് വലിയ അതൃപ്തിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കെ.പി.സി.സി സെക്രട്ടറി ആക്കുക എന്നുള്ളതല്ല, അതിനും അപ്പുറത്തേക്ക് വലിയൊരു പദവി ചാണ്ടി ഉമ്മൻ ഓഫർ ചെയ്യാനും സാധ്യതയുണ്ട്. ഈ നിലവിലെ കെ.പി.സി.സി ഭാരവാഹികളുടെ യോഗവും അധികം വൈകാതെ തന്നെ നടക്കും എന്നാണ് അറിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.